അതിനകത്ത് മറ്റേ ഒരു സിസ്റ്റർ കമ്പനിയുണ്ട്, ഇന്ത്യ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അവിടുന്ന് കുറച്ച് പണം വന്നേക്കും, 2,78,00,000 രൂപ. അപ്പോൾ അത് ഇവർ കൊടുത്ത സെറ്റിൽമെൻറ്റിനകത്താണ് ഇത് ഡിസ്ക്ലോസ് ചെയ്തത്, അല്ലാതെ ഇ ഡി കണ്ടെത്തിയതല്ല. അത് വെച്ചിട്ടാണ് ഇ ഡി കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്ത് കഴിഞ്ഞപ്പം അതിനെ സംബന്ധിച്ച് 2 കേസുണ്ട്. ഡൽഹിയിൽ ഇ ഡി കേസെടുത്തിട്ടുണ്ട്, അത് സ്റ്റേ ചെയ്യാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ മുഖ്യമന്ത്രിയാണ്. ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവന്ന ചില തടസ്സങ്ങളുണ്ട്. അതിൻ്റെ കാരണം ഈ SPCA നമുക്കറിയാം, SP ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെയും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റ് വൈസ് പ്രസിഡൻറ്റൊക്കെ SPCA ആണ് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. SPG അവരാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. മറ്റുള്ള ഇന്ത്യയിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ത്രെട്ടുള്ള മുഖ്യമന്ത്രിമാരും മറ്റുള്ളവർക്കും ഗവർണർമാർക്കുമൊക്കെ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് Z കാറ്റഗറിയാണ്. ഈ SPGയിലും Z കാറ്റഗറി 2 അങ്ങനെയുള്ള ഒരാൾക്ക് അവിടെ ഈ ED യോ SPAയോ SFIയോ റെയ്ഡ് ചെയ്യാൻ പാടില്ല. അവരുടെ താമസ സ്ഥലത്ത് ആ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട് അവർക്ക്. ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ ഒപ്പം എപ്പോഴും കാണുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന ഒന്നിച്ചാണ്, അവിടെ റെയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം SFIയുടെ സ്റ്റേ ചെയ്തത് വെക്കേറ്റ് ചെയ്ത് 1. ആ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇദ്ദേഹം തെറിച്ചപ്പം പ്രതിപക്ഷ നേതാവായപ്പോൾ Z കാറ്റഗറി ഇല്ല, Y കാറ്റഗറിയേ ഉള്ളൂ. അപ്പോൾ റെയ്ഡ് ചെയ്യാനുള്ള സന്ദർഭമായി. ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റെയ്ഡ് ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ പാളയത്തെ പാരീസ് റോഡിലുള്ള വസതിയിൽ റെയ്ഡ് നടത്തിയത്. അപ്പോൾ ഈ സാഹചര്യം വന്നപ്പോൾ, എല്ലാ സാഹചര്യവും ഒത്തു വന്നപ്പോൾ അങ്ങ് റെയ്ഡ് ചെയ്തു. അല്ലാതെ പലരും പറയുന്നത്, ഇപ്പോൾ CPMകാർ പറയുന്നത്, അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നത്, ഇത് കേന്ദ്ര സർക്കാർ മായിട്ടുള്ള നീക്കുപോക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈരാഗ്യം, അങ്ങനെ അതൊക്കെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെ കണ്ടു, അതിന് തൊട്ടടുത്ത ദിവസമാണ് ഈ റെയ്ഡ് നടന്നത്. അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കേണ്ടതല്ലേ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ട് പറയും. യഥാർത്ഥത്തിൽ VD സതീശൻ വരുന്നതിന് മുമ്പ് എത്രയോ നാൾ മുമ്പ് ഈ കേസ് 2 വന്നു. SFIയോടെ വന്ന് EDയിലും കേസ് കിടക്കുകയല്ലേ, അതിനെ നിയമവിധം നടത്തിക്കൊണ്ടില്ലേ. CMRൽ അത് സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇത്രയും SFIയുടെ കേസ് പൊങ്ങാതെ. അത് കുറ്റച്ചാർജ് കൊടുത്തിരിക്കുന്ന കേസാണ്. അപ്പോൾ അതിൻ്റെ ട്രയൽ ഇപ്പം തുടങ്ങും. അതേസമയത്ത് ഇതിനകത്ത് 2,78,00,000 അടുത്ത് CMRൽ അവർ കൊടുത്ത സെറ്റിൽമെൻറ്റിനകത്ത് അപ്പോൾ അത് ED തട്ടിപ്പും വെട്ടിപ്പും വന്നു. അതിനൊരു സേവനം ചെയ്യാതെ വെറുതെ കൊടുക്കുകയാണ്. അത് കൈക്കൂലിയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി കൊടുക്കുന്നതിന് പകരം മാർക്ക് കൊടുത്തെന്നുള്ളതാണ് EDയുടെ കണ്ടെത്തൽ. CBI ഡൽഹിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്നായിരിക്കുമോ അതോ കേരളത്തിൽ നിന്നായിരിക്കുമോ? കാരണം പലപ്പോഴും പലരും ദൗർഭാഗ്യവശാൽ പറഞ്ഞുകൊള്ളട്ടെ, കേരളത്തിൽ ഉള്ള അല്ലെങ്കിൽ മലയാളി CBI ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ സംശയത്തോടുകൂടിയാണ് നോക്കുന്നത്. കേസ് അട്ടിമറിക്കുവാൻ അവർ സ്വാധീനത്തിനടിപ്പെടുമോ എന്നുള്ളൊരു സംശയം പലരും പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇല്ല, അതൊന്നും പ്രായമായിട്ട് നടക്കാൻ പോകുന്നില്ല. CBI ഡയറക്ടർ ഒരാളുണ്ടാവും, അയാളുടെ ഉത്തരവാദിത്വം ഒന്നും മാറാൻ പറ്റില്ല. അപ്പം നിയമപരമായി ഇന്ത്യയിൽ രാഷ്ട്രീയപരമായിട്ട് ഇതിന് എതിർപ്പ് പറയുന്നെങ്കിലും നമ്മൾ രാഷ്ട്രീയക്കാരും നേതാക്കന്മാരും സംസ്ഥാന നേതാക്കന്മാർക്ക് ഈ നിയമവ്യവസ്ഥയ്ക്ക് നമുക്ക് അനുസരിക്കേണ്ട ബാധ്യതയുണ്ട്. അത് കൗണ്ടർ ചെയ്ത് അത് തച്ചുടയ്ക്കാനോ നശിപ്പിക്കും. കാരണം നിയമപരമായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അത് തന്നെയല്ലേ ബംഗാളിലുണ്ടായത്. ബംഗാളിലുണ്ടായ അവസ്ഥ എന്താണ്? അത് CBI ഏറ്റെടുത്തു, ബംഗാളിന് അവർ അധികാരം കൈവിട്ടുപോയി. നമ്മൾ അത് ആലോചിക്കും. ഇവിടെ കേരളത്തിലെ വളരെ ക്ഷയിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പം CPMന് ആണല്ലോ. ആ സന്ദർഭത്തിൽ അവർക്ക് ഒരു വലിയ ബ്ലോയാണ് ഇപ്പം. അവരൊരിക്കലും ഇത് അവരെ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനോ അവരെ വാഹനം തകർക്കാനോ പോകരുത്. അത് വലിയ മണ്ടത്തരമല്ലേ കാണിച്ചത്. ആ കേസ് ഇനി ഏത് തരത്തിലേക്കായിരിക്കും പോകാനുള്ള സാധ്യത? കാരണം ED പോലുള്ള ഒരു കേന്ദ്ര ഏജൻസിയെ വലിയൊരു ജനക്കൂട്ടത്തെ ഒരുക്കി ആക്രമിക്കുകയാണ്. അതിൽ ഏതാനും പേർ 5 പേരെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ പോലും വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. ഇനി ആ കേസ്, ഈ അക്രമത്തിൻ്റെ കേസ് ഇനി ഏത് വഴിക്ക് പോകാനാണ് സാധ്യത? അക്രമത്തിൻ്റെ കേസ് അത് വളരെ സ്ട്രോങ് ആയിരിക്കും. അത് കേരള പോലീസ് അന്വേഷിച്ചാലും ആരന്വേഷിച്ചാലും പരിക്കേറ്റ 4 ഉദ്യോഗസ്ഥന്മാരാണ്. അതിനകത്ത് ഒരു ലേഡിയുണ്ട്, അവരൊരു ഓഫീസർ, ലേഡിക്കും പരിക്കേറ്റിട്ടുണ്ട്. 4 പേർക്ക്. വാഹനം ഓടിച്ച ഡ്രൈവർക്ക് നല്ല പരിക്കുണ്ട്, കണ്ണിനുമൊക്കെ പരിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ED ഉദ്യോഗസ്ഥന്മാരെ ഇവർ വേദനപ്പെടുത്തി, അവർക്ക് പരിക്കേറ്റു, അവർക്ക് മരണഭയം ഉണ്ടായി.
ഒരാളുടെ തലക്കിട്ടടിച്ച് അറ്റംപ്റ്റ് മർഡർ വന്നു. അത് കോടതിയിൽ ട്രയൽ നടന്നാൽ ഇവരുടെ മൊഴിയൊന്നും മാറ്റാൻ പറ്റില്ല. ശിക്ഷ ഉറപ്പെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഏത് ആൾക്കാർ കേസ് അന്വേഷിച്ചാലും, അത് കേരള പോലീസ് അന്വേഷിച്ചാലും CBI അന്വേഷിച്ചാലും ശരി, ഇവരുടെ മൊഴി പോലീസോ CBI മോശമായിട്ട് റെക്കോർഡ് ചെയ്താലും കോടതി പറയുന്നത് ആ മൊഴിയെ സ്വീകരിക്കുള്ളൂ കോടതി. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ശിക്ഷ ഉറപ്പ്. ശിക്ഷ ഉറപ്പായിരിക്കും. അത് തന്നെയല്ല, ഇതിനകത്ത് സംസ്ഥാന MV ഗോവിന്ദനും അതുപോലെ തന്നെ AR റഹീം, ജോയി MLA, പിന്നെ അവിടെ ജോൺ ബ്രിട്ടാസ്, ഇവരുടെ സാന്നിധ്യത്തിലാണ് അക്രമം നടക്കുന്നത്. അപ്പോൾ അവരെ പ്രതിയാക്കണ്ടേ? അവരെ പ്രതിയാക്കും. CBI ഒന്ന് ഉറപ്പല്ലേ? ഓക്കെ. കേരള പോലീസിൻ്റെ അന്വേഷണം തീർച്ചയായിട്ടും മാറും. കാരണം അത് CBIക്ക് പോകും. കാരണം ഈ പരിക്കേറ്റ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ED എറണാകുളം കൊച്ചി ഡിവിഷനിൽ നിന്ന് വന്നവരാണ് ഇവരെല്ലാം. അപ്പോൾ അവരെന്താദ്യം അതിശക്തമായിട്ട് നിലനിൽക്കും. അത് ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്. ആ ദൃശ്യം നമ്മൾ നോക്കുമ്പോൾ